CMF by Nothing Budsന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂവിൽ കുറേ പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു ബഡ്സ് പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യുന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, സാധനം അങ്ങോട്ട് ഓർഡർ ചെയ്തു. CMF by Nothing Buds Pro 2499 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ഈ ബഡ്സ് ഇറങ്ങുന്നതിന് മുന്നേ ഇതിന്റെ വില എന്ന് പറയുന്നത് 2299, ഓഫർ സമയങ്ങളിൽ 1999 രൂപ വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും ബഡ്സ് ഇറങ്ങിയതിന് ശേഷം ബഡ്സ് പ്രോ എന്നൊരു ഹയർ വേരിയന്റ് ആണ്. സോ അവർ സാഹചര്യങ്ങൾ അവരെ എന്താ പറയുക കാശ് കൂട്ടാനായിട്ട് നിർബന്ധിച്ചു. അതുകൊണ്ട് തന്നെ 2999 മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ബാക്ക് ടു 2499 വന്നിട്ടുണ്ട്. അതായത് ബഡ്സും ബഡ്സ് പ്രോയും തമ്മിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു 200 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് കുറേ പേര് വീഡിയോയിൽ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏത് വാങ്ങിച്ചാലായിരിക്കും വർത്ത് ബൈങ് ആകുക അല്ലെങ്കിൽ ബേസ് കൂടുതൽ എന്നുള്ളത്. എന്തായാലും അതൊക്കെ ഞാനൊരു കമ്പാരിസൺ വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം, അതിനകത്ത് ഞാൻ പറയാം. പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ബഡ്സ് പ്രോ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്. ഈ ഒരു ബോക്സ് ഞാൻ ആക്ച്വലി ഇതുപോലൊരു യുണീക്ക് ബോക്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടണം. എനിക്കും അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ CMF ബഡ്സിന്റെ കേസ് കവർ കുറേ പേര് ദീപ് സ്റ്റോറിൽ വന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ സ്റ്റോക്ക് വന്നിട്ടില്ല, സ്റ്റോക്ക് ഉടനെ തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. CMF ബഡ്സിന്റെയും അതുപോലെ തന്നെ CMF ബഡ്സ് പ്രോയുടെയും കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണം ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ. എന്തായാലും ഇവിടെ നമ്മുടെ കേസിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. എടുത്തു പറയേണ്ട ഈ ഒരു കളർ, ഓറഞ്ച് കളർ, നല്ല ഫ്രീക്കി കളറാണ്, അട്രാക്റ്റഡ് ആണ്. ചെവിയിലൊക്കെ വെച്ചോണ്ട് പോയാലും 10 പേര് നോക്കും. അമ്മാതിരി കളറാണ് ആക്ച്വലി ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ എന്നിങ്ങനെ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ഓറഞ്ച് എന്തായാലും ഒരു യുണീക്ക് കളർ തന്നെയാണ്. ഒരു മാറ്റ് ഫിനിഷ് ആണ്. സോ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ്. കൂടാതെ നല്ല സ്ട്രോങ് ആണ് ആക്ച്വലി കേസ്. പിന്നെ ലിഡ് മാത്രം ഇത്തിരി ഒന്ന് ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. അങ്ങനെ കൂടുതൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഏറ്റവും മുകളിൽ CMFന്റെ ലോഗോ ഉണ്ട്, മുന്നിലൊരു LED ഇൻഡിക്കേറ്ററും പിറകിലൊരു ടൈപ്പ് സി ഉണ്ട്. ടൈപ്പ് സി പോർട്ടിന്റെ മുകളിലായിട്ട് നമ്മുടെ ലിഡും ബേസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഒരു മിറർ പോലത്തെ ഒരു ഭാഗം വെച്ച് മറിച്ചേക്കുന്നത്. അത് എന്തിനായിരുന്നു ഒന്നും ഒരു പിടിയില്ല. കാരണം അതൊരു വൃത്തിയുടെ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത്. പിന്നെ ഇടയ്ക്ക് കണ്ട നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ നോക്കാമെന്ന് തോന്നുന്നു ഈ ഒരു മിററിൽ കൂടെ, അല്ലാണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ല. അപ് ടു 39 hours കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 hours കമ്പനി ഈ ഒരു കേസിൽ നിന്ന് ടോട്ടൽ പ്ലേ ടൈം അവകാശപ്പെടുന്നുണ്ട്. ഇനി ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം, ഇതിനകത്ത് ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ടൊരു ആൻഡ്രോയിഡ് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു വിൻഡോ പോപ്പപ്പ് ആയി വരും, കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഐഫോണിൽ നമ്മുടെ എയർപോർട്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സംഭവമില്ല, അതേപോലെ തന്നെയാണ്. എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ ഇയർബഡുകളുടെ അടിയിലായിട്ട് ഒരു റീസെറ്റ് ബട്ടണും കാണാൻ സാധിക്കും കേട്ടോ. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. സത്യം പറഞ്ഞാൽ ഈ പിറകു ഭാഗം കണ്ട എവിടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നമ്മുടെ എയർപോർട്സ് പ്രോഡക്റ്റ് ഇല്ലേ അതേപോലത്തെ ഒരു ഡിസൈൻ ആണ് ആക്ച്വലി ഇവിടെ കാണാൻ പറ്റുന്നത്. ഓവറോൾ എന്തായാലും നല്ല ലുക്കാണ് ആക്ച്വലി ഈ ഒരു ഇയർബഡുകൾ കാണാനായിട്ട്. നമ്മുടെ CMF ബഡ്സിന്റെ സൈസ് ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ആകെ ഉള്ളത്. ഈ ഒരു കറുത്ത കളർ, അതായത് നമ്മുടെ സെൻസർ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഭാഗം മാത്രം അങ്ങോട്ട് എടുത്തു കളഞ്ഞു എന്ന് മാത്രമാണ്. അത് മേ ബി ഒരു പ്ലെയിൻ കളർ ആക്കി, അതാണ് നമ്മുടെ ബഡ്സിൽ പറയേണ്ടത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എയർപോർട്സ് പ്രോയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ ഒരു കോപ്പി അടിച്ച് വെച്ചേക്കുന്നു, അത് തന്നെയാണ് സംഭവം കേട്ടോ. പിറകിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ CMFന്റെ ലോഗോ ഉണ്ട്. ഏറ്റവും മുകളിൽ ആക്ച്വലി ടച്ച് സെൻസേഴ്സ് എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ ഏറ്റവും മുകളിലത്തെ ആ ഒരു സ്റ്റെമ്മിന്റെ ഭാഗത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ആക്ച്വലി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ CMF ബഡ്സിൽ ഒരു ലോഗോ അവർ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അതില്ല. പിന്നെ 2 ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് അത് കിട്ടും എവിടെയാണെന്നുള്ളത്. 11 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ഇയർബഡുകൾ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 3 മണിക്കൂർ നമുക്കിതിന് പ്ലേ ടൈം കിട്ടുന്നതാണ്. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ ചെവിയിൽ അങ്ങോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകണ്ടേ. എന്തായാലും കംഫർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ആ ലുക്ക് ഉണ്ട്, ഓറഞ്ച് കളർ നല്ല രസമുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഒരു 10 പേര് ആക്ച്വലി നോക്കും നമ്മൾ ഈ സാധനം വെച്ചുകൊണ്ട് അങ്ങോട്ട് എവിടെയെങ്കിലും ഒക്കെ നടന്നു പോകുന്നെങ്കിൽ. അമ്മാതിരി ഒരു ഫ്ലൂറസെന്റ് ഓറഞ്ച് ആണ് കേട്ടോ ഈ ഒരു കളർ എന്ന് പറയുന്നത്. പിന്നെ ഒരു വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ നല്ല കംഫർട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റിയൽമിയിലാണ് എനിക്ക് എപ്പോഴും ഒരു കംഫർട്ട് കുറച്ച് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഉറപ്പായിട്ടും അത് തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്. CMFലും ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ബഡ്സ് ആണെങ്കിലും ബഡ്സ് പ്രോ ആണെങ്കിലും രണ്ടും ഞാൻ യൂസ് ചെയ്തല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് പറയുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. ഇയർ പെയിൻ എന്ന് പറയുന്ന സാധനം എനിക്ക് ഇല്ല കേട്ടോ, അതാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. കൂടാതെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കാം, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് നമ്മളെ അഫക്ട് ചെയ്യത്തില്ല. എന്നാൽ അങ്ങനെ അഫക്ട് ചെയ്താൽ ഇതിനകത്ത് 45 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അത് അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ
എന്താ പറയുക, കുറച്ചുകൂടി അങ്ങോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോയ്സ് കട്ട് ഓഫ് ചെയ്ത് തരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ആക്ച്വലി നല്ല രീതിക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻ. ഇതങ്ങോട്ട് ചെവി വെച്ചപ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, നമ്മുടെ ആ ഒരു വിൻഡ് സൗണ്ട്, അത് ആക്ച്വലി അങ്ങോട്ട് കട്ട് ഓഫ് ആയി. കൂടാതെ നമ്മൾ ആ ഒരു ഫാൻ കറങ്ങുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ആക്ച്വലി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓൾമോസ്റ്റ് കട്ടായി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടുകൂടാന്നുള്ളതല്ല, എനിക്ക് കേൾക്കാം, പക്ഷേ എന്നാൽ പോലും ആ ഒരു സൗണ്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. പിന്നെ നമ്മൾ ആപ്പിളിലും അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലാഗ്ഷിപ്പ് ഇയർബഡുകളിൽ ഉണ്ടാവുന്ന ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ 45 അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. കൂടാതെ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ബഡ്സ് പ്രോ ചെവിയിലിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരുമ്പോഴത്തേക്ക് യു ഹാവ് എ ഇൻകമിംഗ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് നമുക്ക് കേൾക്കാം കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് CMF by Nothing Buds Proയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോളിൽ. ഇതിനകത്ത് 6HD മൈക്ക് വിത്ത് ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് ഓരോ ഇയർബഡിലും 3 മൈക്ക് വീതം കാണാം. എന്തായാലും ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ? പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് നല്ല രീതിക്ക് ഫാൻ ഇങ്ങനെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ആ ഫാനിന്റെ സൗണ്ട്, ആ മോട്ടറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇനി അതല്ല കാറ്റടിക്കുന്നതിന്റെ സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തായാലും അതൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, ഇത് നല്ലതാണ്, വർത്ത് ബൈങ് ആണ് ഫോർ കോളിംഗ്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99.9% പാട്ടുകളിലും. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അൾട്രാ ബേസ് ടെക്നോളജി എന്നുള്ളൊരു സംഭവം വരുന്നതുകൊണ്ട്. കൂടാതെ കസ്റ്റമൈസ്ഡ് EQ മോഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള കണക്ക് EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബേസ് ഒക്കെ നല്ല രീതിക്ക് കൂട്ടിയിട്ടിട്ട് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഇടണമെങ്കിൽ അതിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇടണമെങ്കിൽ അതിലേക്ക് പോകാം. വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിലേക്ക് പോകാം. ബാലൻസ്ഡ് ആണെങ്കിൽ അതിലേക്ക് പോകാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പ്രീസെറ്റ് ആയിട്ട് ഓൾറെഡി കുറച്ച് EQ മോഡ്സ് ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് കസ്റ്റമും ചെയ്യാൻ പറ്റും. എന്തായാലും അതൊക്കെ തന്നെ നമ്മുടെ ആ ഒരു നത്തിങ് എക്സ് ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാവേ. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി ഞാൻ പറയുന്നത് നല്ല ബേസ് ഡോമിനേറ്റഡ് ഉള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നത്തിങ് ബഡ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഡിറാക്കിന്റെ ഒരു EQ മോഡ് ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ആയിരുന്നു. പക്ഷെ അത് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ആക്ച്വലി എനിക്ക് ഇവിടെ ഒരു മിസ്സായിട്ട് തോന്നിയത് കേട്ടോ. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. പിന്നെ ഒരു പൊട്ടിക്ക് ബേസ് ഇതിൽ കൂടുതലാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. കാരണം അമ്മാതിരി ഒരു ബേസ് എനിക്ക് ഇവിടെ കിട്ടി. അവിടെയും ബേസ് ഉണ്ട്, പക്ഷെ ഒരു പൊട്ടിക്ക് ഞാൻ എവിടെയോ കമ്പയർ ചെയ്തപ്പോൾ നമ്മുടെ T300ഉം CMF ബഡ്സും കമ്പയർ ചെയ്തില്ലേ, അവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ബേസ് എന്ന് പറയുമെങ്കിൽ അവിടെ ഒരു ബേസ് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ജസ്റ്റ് ഒരു 0.5 അല്ലെങ്കിൽ 1% മാത്രം ഒരു ഡോമിനേറ്റഡ് ആണ് ആക്ച്വലി ബേസ് ഇവിടെ കേട്ടോ. നല്ല രസമുണ്ട്. എന്തായാലും മ്യൂസിക് ഔട്ട്പുട്ടിൽ അതിൽ വേറെ ഒരു സംശയമില്ല. നിങ്ങളൊരു ബേസ് ലെവൽ ആയിക്കോട്ടെ, വോക്കൽ ലെവൽ ആയിക്കോട്ടെ, ഇനി അതല്ല ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിക്കോട്ടെ, ഏതാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും, 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി നമ്മുടെ നത്തിങ് എക്സ് ആപ്പിൽ ഈ ഒരു ബഡ്സ് പ്രോ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ബഡ്സ് പ്രോ കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പെർസെന്റേജ് ഉണ്ട്, റൈറ്റ് സൈഡിൽ എത്ര പെർസെന്റേജ് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ എഴുതി കാണിക്കും. കൂടാതെ ഇക്വലൈസർ കണ്ടാ, ഈ അതങ്ങോട്ട് ഓൺ ആക്കുവാണെങ്കിൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഉണ്ട്, അതുപോലെ തന്നെ മോർ ബേസ് ഉണ്ട്, കൂടാതെ മോർ ട്രിബിൾ ഉണ്ട്, വോയിസ് ഉണ്ട്, കസ്റ്റം ഉണ്ട്. കസ്റ്റമിൽ ആക്ച്വലി ഇത് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബേസ് അങ്ങോട്ട് ഡോമിനേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കൂടാതെ നോയ്സ് കൺട്രോളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓൺ ആണ്. 45 dB ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോകാം, കൂടാതെ ഓഫും ചെയ്യാം. നോയ്സ് ക്യാൻസലേഷൻ ആക്ച്വലി നമുക്ക് ഹൈ, മിഡ്, ലോ അങ്ങനെ നമുക്ക് പല ലെവലിലേക്ക് അങ്ങോട്ട് മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഇയർബഡുകളിൽ എന്താ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ഫോർവേഡ്, ആൻസർ, ഹാങ് കോൾ ഉണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ബാക്ക്, ഡിക്ലൈൻ ഇൻകമിംഗ് കോൾ, ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നോയ്സ് കൺട്രോൾ, ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നോ ആക്ഷൻ ആണ്. അവിടെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വോയിസ് അസിസ്റ്റൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല റൈറ്റിലേക്ക് പോകണമെങ്കിൽ അവിടെയും ഇതേപോലുള്ള സംഭവങ്ങളാണ്. എന്നാൽ ഡബിൾ ടാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സംഭവങ്ങൾ കൊടുക്കാം. ഇപ്പോൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഇപ്പോൾ റൈറ്റിൽ ഇപ്പോൾ വോളിയം അപ്പ് കൊടുത്തിട്ട് നമ്മുടെ വോളിയം ഡൗൺ ലെഫ്റ്റിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് കസ്റ്റം ചെയ്യാൻ പറ്റും. എന്തായാലും അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ് കേട്ടോ ഈ ഒരു ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞത്. അതിൽ വേറെ ഒരു സംശയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു മുകളിൽ കാണുന്ന സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇന്നിയ ഡിറ്റക്ഷൻ നമുക്ക് ഓണും ഓഫ് ആക്കാൻ പറ്റും. കൂടാതെ ലോ ലാഗ് മോഡ് ആക്ച്വലി ഇവിടെ വന്നിട്ടാണ് കണ്ടോ ഓണും ഓഫും ഒക്കെ ആക്കാൻ സാധിക്കുന്നത്.
എത്ര MS സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ഇടണേ. പിന്നെ ഫൈൻഡ് മൈ ഇയർബഡ് ഉണ്ട്, കൂടാതെ ഫേംവെയർ അപ്ഡേറ്റ്, ഡിവൈസ് നെയിം, ബ്ലൂടൂത്ത് അഡ്രസ്, സീരിയൽ നമ്പർ, ടിപ്സ് ആൻഡ് സപ്പോർട്ട്, ഫോർഗട്ട് വേണമെങ്കിൽ നമുക്ക് അൺപെയറും ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു നത്തിങ് എക്സ് ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, കൂടാതെ IP54 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഇതിലെടുത്ത് പറഞ്ഞ മറ്റൊരു സംഭവം ഇൻ ഇയർ ഡിറ്റക്ഷൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇയർബഡുകൾ ഇങ്ങനെ ചെവി നൂരുമ്പോഴത്തേക്ക് പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി പോസ് ആവും. കൂടാതെ നമ്മൾ ചെവിയിലേക്ക് വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. അത് ഇൻ ഇയർ ഡിറ്റക്ഷൻ എന്തായാലും CMF ബഡ്സിലുണ്ട്, ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ലോ ലാക്ക് മോഡ് ഓൺ ആക്കിയതിന് ശേഷം PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് നോക്കാവേ. SBC മോഡിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ലോ ലാക്ക് മോഡ് ഓൺ ആക്കിയത്. സോ നമുക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു ലോ ലേറ്റൻസിയിലേക്ക് വരുമോ അതെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റുമേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്തതിന് ശേഷം കൈ അങ്ങോട്ട് ട്രിഗറിന് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടോ ചെറിയൊരു ഡിലേ ഉണ്ട് പൊട്ടിക്ക്, എന്നാൽ നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഇവിടെ കാണുന്നില്ല. നമ്മുടെ ബഡ്സിൽ എങ്ങനെയാണോ കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായ ഒരു ഔട്ട്പുട്ട് അത് തന്നെയാണ് ആക്ച്വലി ഇവിടെയും. അതായത് ഒരു 50 to 60 MS ലോ ലേറ്റൻസി മോഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു അത്യാവശ്യം നോർമലി കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വെച്ച് കളിച്ചിട്ട് പോകാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ ലാഗ് അല്ലെങ്കിൽ ആ ഒരു ഡിലേ എവിടെയെങ്കിലുമൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഒരു വയേർഡ് ഇയർഫോൺ ആണ് അങ്ങനെയുള്ളവർക്ക് നല്ലത്. ഇനി അതല്ല ഞാൻ പറയുന്നത് ബഡ്സ് പ്രോ മേടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകും. പക്ഷേ ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് നമുക്ക് കളിച്ച് പോകാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു CMF ബൈ നത്തിങ് ബഡ്സ് പ്രോയിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. ഇപ്പോൾ 2499 രൂപയ്ക്ക് നമുക്ക് കാണാം. എന്തായാലും 2500 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഒരു പ്രീമിയം ക്വാളിറ്റി ബിൽഡ്, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിൽ നല്ല രീതിക്ക് ആ ഒരു റിച്ച് ഫീലൊക്കെ കിട്ടുന്ന ഒരു മ്യൂസിക് ക്വാളിറ്റി, കൂടാതെ നിങ്ങൾ ആ ഒരു 6HD മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞു, അതൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ പിന്നെ ആ ഒരു ഗെയിമിങ്ങിൻ്റെ കാര്യം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 2499 രൂപയ്ക്ക് വേർത്താണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് 1999 രൂപയ്ക്ക് ഇടയ്ക്ക് വന്നിരുന്നല്ലോ, അത് 2000 രൂപയ്ക്ക് അത് വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതൊരു ലോട്ടറി തന്നെയാണ്. അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഓറഞ്ച് കളർ വേണമെങ്കിൽ ഉറപ്പായിട്ടും അതിപ്പോൾ ഇതെന്നുള്ളതല്ല CMF ബഡ്സും വാങ്ങിക്കാം. എന്തായാലും 2499 രൂപയ്ക്ക് ഉറപ്പായിട്ടും വർത്ത് ബൈങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതിൽ വേറൊരു സംശയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബഡ്സ് 2299 ആണ്, ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 2499, വെറും 200 രൂപ ഡിഫറൻസിലാണ് ആക്ച്വലി ഈ രണ്ട് പ്രോഡക്റ്റുകളും കാണുന്നത്. അപ്പോൾ ഇതിൽ വാങ്ങിച്ചാൽ ഏതായിരിക്കും വർത്ത് ബൈങ് ആകുക എന്നുള്ളത് ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എല്ലാം ആ ഒരു സ്പെക് വൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആവും. ഞാൻ ഇവിടെ ഇതിനേക്കാളും അതാണ് നല്ലത് അല്ലെങ്കിൽ അതിനേക്കാളും ഇതാണ് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. സോ ആ ഒരു വീഡിയോ ഉറപ്പായിട്ടും അടുത്ത് തന്നെ നിങ്ങൾ കാണുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക. കൂടാതെ അഭിപ്രായങ്ങൾ, അതാണ് എനിക്ക് എപ്പോഴും നമ്മുടെ ഓരോ വീഡിയോയും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. സോ ആ ഒരു അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.